സ്പെഷ്യലിസ്റ്റിനെ കാണണമായിരുന്നു. തൊണ്ടയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് രോഗമൊന്നുമില്ല, വെറുതെ ഒരു ചെക്കപ്പ്. രോഗമുണ്ടോ ഇല്ലയെന്ന് നിങ്ങളല്ല ഡോക്ടറെ തീരുമാനിക്കേണ്ടത്. വെരി കറക്റ്റ്. ഇത് പലർക്കും അറിയില്ല. സ്പെഷ്യലിസ്റ്റ് ആരെന്ന് പറഞ്ഞില്ല. ഡോക്ടർ നമ്പ്യാരെ കണ്ടാ മതി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഡോക്ടർ നമ്പ്യാരായിരിക്കും ബെസ്റ്റ് എന്ന്. ഈ നമ്പ്യാർ എന്ന പേരുണ്ടെങ്കിൽ തന്നെ ആള് വളരെ എഫിഷ്യന്റ് ആയിരിക്കും. കേട്ടിട്ടില്ലേ? കുഞ്ചൻ നമ്പ്യാർ, എം.എൻ. നമ്പ്യാർ. നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. അയ്യോ, ഞാനല്ല പേഷ്യന്റ്, ഇവനാ. കുഞ്ഞിനാലും ഒരു കരപ്പം വന്നതിന് ശേഷം എനിക്ക് ഇവന് അസുഖങ്ങളെ വന്നിട്ടില്ല. എന്റെ ബോഡി. പേഷ്യന്റിന്റെ പേര് പറയൂ. ജോൺസൺ. ജോജോ ജോൺസണോ? അല്ല, വെറും ജോൺസൺ. ഇനീഷ്യൽ? ഓ ഇനീഷ്യൽ? ഓ, ഇനീഷ്യൽ എന്താണെന്ന് അതാ പറഞ്ഞത്. ഓ, ഔസേപ്പച്ചന്റെ ഓ. ഓ ഓ. വയസ്സെത്രേ? 21. ഇവിടുത്തെ രജിസ്ട്രേഷൻ ഫീസ് 300 രൂപയാണ്. എത്ര? 300. വെറുതെ അല്ല ഇവിടെ വന്നതിന് ശേഷം പലർക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ചേട്ടാ, ചേട്ടൻ എന്തിനാണ് എന്റെ പേര് മാറ്റി പറഞ്ഞത്? എടാ മണ്ട, ഒരു സിനിമയിലെ പാടിയിട്ടുള്ളെങ്കിൽ നീ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. പ്രശസ്ത പിന്നണി ഗായകനായ റാഫേലിന് തൊണ്ടയ്ക്ക് അസുഖം എന്ന് പറഞ്ഞാൽ അത് നിന്റെ കരിയറിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അല്ലെങ്കിൽ തന്നെ പുതുതായിട്ട് വരുന്ന പിന്നണി ഗായകരെ എങ്ങനെ ഒതുക്കാവുന്ന നോക്കിക്കൊണ്ടിരിക്കുക ആൾക്കാർ. അതുകൊണ്ട് ആ ചികിത്സയൊന്നും മദ്രാസിൽ വേണ്ടാന്ന് വെച്ചത്. ഏതെങ്കിലും പത്രക്കാരോ സിനിമക്കാരോ അറിയുന്നതിന് മുമ്പ് ചികിത്സയും കഴിഞ്ഞ് നമുക്ക് സ്ഥലം വിടാം. അതുകൊണ്ട് ഇനി മുതൽ നീ റാഫേലല്ല, ജോൺസനാ. മനസ്സിലായോ ജോൺസൺ? കറക്റ്റ്. ഓ ജോൺസൺ. അതൊക്കെ ആൾക്കാർ പറഞ്ഞ് പരത്തുന്നതല്ലേ. അവൻ ഒരു അസുഖവും ഇല്ലായിരുന്നു, വെറുതെ ഒരു തൊണ്ടവേദന തുടങ്ങിയതാ. പരിശോധിച്ചപ്പോ തന്നെ ഡോക്ടർക്ക് സംശയം തോന്നി, അഡ്മിറ്റ് ചെയ്യാനും പറഞ്ഞു. 1-2 ആഴ്ച കഴിഞ്ഞ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോഴാ അറിയുന്നത് തൊണ്ടയില് ക്യാൻസർ ആണെന്ന്. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? എന്നിട്ടിപ്പോ എങ്ങനെയുണ്ടാകാൻ? ഓപ്പറേഷൻ കഴിഞ്ഞതോടെ കഴുത്തിന്റെ നീളം 2 ഇഞ്ച് കുറഞ്ഞു. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതായി. വേദനയെന്ന് പറഞ്ഞാ എന്തൊരു വേദന! രോഗികളുടെ മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ചെറ്റത്തരാ. നിങ്ങൾക്ക് വല്ല സംസാരിക്കണമെങ്കിൽ വല്ല മൂത്രപ്പുരയിലും പോയി സംസാരിക്കണം. അതല്ല ആശാനെ, ഈ പറഞ്ഞ കക്ഷി ഇന്നലെ മരിച്ചു, അതുകൊണ്ട് പറഞ്ഞതാ. എങ്ങനെയുണ്ട് സിസ്റ്റർ? എന്ത്? അല്ല, അകത്തെ പേഷ്യന്റ്. ഓ, അതാണോ? നമ്മൾ പേഷ്യന്റ് ആരാ? സുഹൃത്തെന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. സഹോദരങ്ങളെ പോലെയാ ഞങ്ങള്. അത്രയ്ക്ക്. എന്താ പേര്? അടിപൊളി. തല്ലിപ്പൊളിയോ? അല്ലല്ല, അടിപൊളി. ഈ സെഞ്ചുറി ഗാനമേള ട്രൂപ്പില് മാപ്പിള പാട്ടുകളും തമിഴ് പാട്ടുകളും ഒക്കെ പാടുന്ന അടിപൊളി അയ്മുട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ല? അയ്യോ, ഞാൻ കേട്ടിട്ടില്ല. അത് ഞാനാണ്, ട്രൂപ്പിന്റെ ഓണറും കൂടിയാണ്. അത് ശരി. അതിന് ഞാനിപ്പോ എന്താ വേണം? അല്ല, ജോൺസൺ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ല. ജോൺസണോ? അല്ല, ഓ ജോൺസൺ. അകത്തെ. ഓ, അങ്ങനെ ഒന്നും പറയാറായിട്ടില്ല. ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് വേണ്ടി വരും. കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടിയും വരും. ഇതാണ് റൂം. ഐശ്വര്യമായിട്ട് കയറി കിടന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വന്ന് ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇതൊരു ഹോസ്പിറ്റലാണെന്നും നീ ഒരു രോഗിയാണെന്നും ഉള്ളതൊക്കെ അങ്ങ് മറന്നേക്ക്. എനിക്കെന്താ അസുഖം? കൊടച്ചക്രം. പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു അസുഖമില്ല, ജസ്റ്റ് ചെക്കപ്പ്. ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ നമ്മൾ റൂം എടുത്തിരിക്കുന്നു. ആ ഒരു മൂഡിൽ അനങ്ങാതെ അങ്ങ് കിടന്നാ മതി. വലിയ വിശേഷം ചോദിക്കാനും വർത്തമാനം പറയാനും നിൽക്കണ്ട. മനസ്സിലായോ? ഗോപാൽജി, ഗോപാൽജി, ഞാൻ നിന്നെ വിളിക്കാൻ പോയായിരുന്നു. ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങി. എടാ, 500 കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോഴേക്കും നീ ഉറങ്ങിപ്പോയോ? 500 കിലോമീറ്ററോ? ഇവിടുന്ന് കമ്പം വരെ 650 കിലോമീറ്റർ ഉണ്ട്, അറിയാം? അതെ, 650 കിലോമീറ്റർ ഉണ്ട്. അതിൽ 150 കിലോമീറ്റർ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ പിന്നെ ഈ വണ്ടി ആരോടിച്ചു? ഞാൻ ഓടിച്ചു. അയ്യോ, ആയിസറാതെ ശവൻ എന്നെ കിട്ടില്ല. ഇനി ശവത്തിന്റെ കൂടെ കൂട്ടിരുന്ന പരിപാടി വേണ്ട, ഞാൻ നിർത്തി. എടാ, നീ അങ്ങനെ പറയൂ. ഈ ശവത്തിന്റെ കൂടെ ഒറ്റയ്ക്കിരുന്ന് യാത്ര ചെയ്യാൻ എനിക്ക് പേടിയാന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. എടാ, വെറുതെ അല്ല, നിനക്ക് കഞ്ഞിയും കപ്പയും ചോറും ബ്രാൻഡി 50 രൂപ തരുന്നില്ലേ? അതൊക്കെ ശരിയാ. രാവിലെ തന്നെ നീ വൃത്തിയായിട്ടവനെ കുടിക്കല്ലേ? നീ മദ്യം പേസ്റ്റ് ആക്കല്ലേ?
ഛീ, എടാ മദ്യം വേസ്റ്റ് ആക്കല്ലേ. ഇങ്ങോട്ട് ഹാ. അങ്ങനെ ഇന്നത്തെ പല്ല് തേപ്പും കുളിയും കഴിഞ്ഞു. എടാ നിനക്ക് എന്തെങ്കിലും ഒന്ന് കുളിച്ചൂടെ? ഒരാഴ്ച ആയില്ലേ കുളിച്ചിട്ട്? വേണമെങ്കിൽ 2 കെട്ട സോപ്പ് ഞാൻ വാങ്ങിച്ചു തരാം. സോപ്പും കയ്യിൽ ഡ്യൂട്ടിക്ക് സമയമായി പോലെ. നല്ലൊരു ചെറുപ്പക്കാരൻ, കാണാനും നല്ല ഭംഗി, നല്ല ആരോഗ്യവും. ഇവനൊന്ന് കുളിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ആകാമായിരുന്നു. ഇയാൾക്ക് വസ്ത്രം മാറാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ വാൺ ചെയ്യുന്നത്? മാഡമോ മറ്റോ വന്നത് കണ്ടിരുന്നെങ്കിൽ ഞാൻ സഹിക്കില്ല. ഇത് സ്നേഹലതയല്ലേ കണ്ടുള്ളൂ. എന്നാലും തെറ്റ് സമ്മതിച്ചു കൊടുക്കരുത്. ചെയ്തു പോയത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ പ്രായച്ചിത്തമായി എന്നെ തന്നെ വിവാഹം കഴിച്ചോളൂ. അയ്യടാ, വിവാഹം കഴിക്കാൻ പറ്റിയ ഒരു സ്പെസിമൻ. ഈ സ്പെസിമിൻ എന്താണ് ഒരു കുഴപ്പം? കുഴപ്പങ്ങളേ ഉള്ളൂ. ആ. അതെ, ഒരു അറ്റൻഡർക്ക് അറ്റൻഡറേതായ സ്വപ്നങ്ങൾ മാത്രം മതി. ആ സ്വപ്നങ്ങളിലെ എല്ലാം നായിക സ്നേഹലത തന്നെയാണ്. അത് തല്ലുകൊള്ളാത്തതിന്റെ അസുഖമാണ്. ആ. അതെ, എന്റെ ജാതകത്തിൽ കോടീശ്വരനായ ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസത്തേക്കായിരിക്കും. ഒരുമാതിരി അനാവശ്യം പറയരുത്. ഡ്യൂട്ടി സമയത്ത് ഞാൻ തുണി മാറിക്കൊണ്ട് നടന്നാൽ മതിയോ? ഈ ബില്ല് കൊണ്ടുവന്ന് 204 കൊണ്ടിട്ട് സി ബ്ലോക്കിലേക്ക് പോകുന്നുള്ളൂ. സ്നേഹലതേ, സ്നേഹലതേ. ഓ, ഈ പെൺകുട്ടിക്ക് ആരാണ് സ്നേഹലത എന്ന് പേരിട്ടത്? അച്ചടി ഭാഷയെ അടക്കമില്ലാത്ത പ്രകൃതം. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹലതേ. ഇപ്പൊ വെടി തീർന്നേനെ.